പേജ് നമ്പർ 56. ഠാക്കൂർ കാ കുവ. ഗംഗി കഥാപാത്രം. രണ്ടാമത്തെ കഥാപാത്രം ജോക്കു. ജോക്കുവും ഗംഗിയും താഴ്ന്ന ജാതിയിൽ ജനിച്ചവരാണ്. അവർ നീചജാതി കാ ഹോത്താഹെ, നീചജാതി, താഴ്ന്ന ജാതി, അതാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. ജോക്കു ബീമാറായി കിടക്കുന്നു. ഗംഗിയും ജോക്കുവും ദരിദ്രരാണ്. ശ്രദ്ധിച്ചോളാം, ദരിദ്രരാണ്. അതോടൊപ്പം തന്നെ അവരെങ്ങനെയുള്ളവരാണ്? താഴ്ന്ന ജാതിക്കാരുമാണ്. താഴ്ന്ന ജാതിക്കാരുമാണ്. ജോക്കു അസുഖം ബാധിച്ച് കിടക്കുകയാണ്, കിടക്കയിലാണ്. കുടിക്കുവാൻ കിട്ടിയ ജലം ഏതാണ്? ബദ്ബൂദാർ പാനി, ദുർഗന്ധപൂരിതമായ ജലം. ബദ്ബൂദാർ പാനിയാണ് അവർക്ക് കിട്ടിയത്. ബദ്ബൂദാർ പാനി. മനസ്സിലായ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ബദ്ബൂദാർ പാനിയാണ് അവർക്ക് കിട്ടിയത്. പിന്നെ എന്നാൽ ഗംഗി ആ വെള്ളം കുടിക്കുവാൻ ആരെ അനുവദിക്കുന്നില്ല? ജോക്കുവിനെ അനുവദിക്കുന്നില്ല. ജോക്കുവിനെ അനുവദിക്കുന്നില്ല. ഇനി അവൾ രാത്രിയിൽ ശുദ്ധജലം അന്വേഷിച്ച് പോകുന്നു. ആ ശുദ്ധജലം കിട്ടുന്ന 2 കിണറുണ്ട്. ഒന്ന് ഠാക്കൂർ കാ കുവ, മറ്റൊന്ന് ആ നാട്ടിലെ സാഹൂക്ക. ആ സാഹുവിൻ്റെ കിണർ വളരെ ദൂരത്തിലാണ്. നേരെ മറിച്ച് ഠാക്കൂർ കെ കുയേമൈൻ കോൻ, ആരെയാണ് അതിനകത്ത് ചടിനെ നഗീൻ്റെ, ആരെയും അതിനെ എന്ത് ചെയ്യുന്നില്ല, കയറ്റില്ല. അങ്ങനെ അവൾ വെള്ളം അന്വേഷിച്ചു പോകുന്നു. ഇനി താഴ്ന്ന ജാതിക്കാരായിരുന്നതിനാൽ നീചജാതിയിൽ ജനിച്ച ഒറ്റ കാരണം കൊണ്ട് ഠാക്കൂർ കെ കുയേസെ പാനി ഭർണേക്ക്, വെള്ളം കോരുവാനുള്ള ഇസാസത്ത് കുറിച്ചോളം അനുമതി, അനുമതി ഉണ്ടായിരുന്നില്ല. ഇനി സാഹുവിൻ്റെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് അങ്ങ് വിദൂരതയിലാണ്, അങ്ങ് ദൂരെയാണ്. എന്തായിരുന്നാലും ഗംഗി ഠാക്കൂർ കെ കുയേസെ വെള്ളം എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അവൾ കുടവൻ കയറുമെടുത്ത് പോവുകയാണ്. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. നോക്കാം നമുക്ക്. होशियारी से ठाकुर ने दानेदार को एक खास मुकदमे में रिश्वत दी. पेज 56. और साफ निकल गया कितनी अक्कलमंदी से, എത്ര അക്കൽമന്ദിയോടാണ്, എത്ര ബുദ്ധിമുട്ടോടാണ് अक्लमंदी से एक मार्के के मुकदमे में नकल ले आए. नासिर और मोहिदिन सभी कहते रहे नकल नहीं मिल सकती. കൈക്കൂലി കൊടുത്താണ് ഇവർ കാര്യങ്ങൾ നേടിക്കൊണ്ടിരുന്നത്. യഹാം ബേ പൈസേ കൗടി नकल उड़ा दी. काम करने का ढंग चाहिए. നോക്കിക്കോളെ. ഈ സമയത്ത് ഗംഗി കുയേസെ പാനിയിലേനെ പകുഞ്ചി, കയറുമെടുത്ത് തൊട്ടിയുമായിട്ട് വെള്ളം കോരാൻ വേണ്ടി ആരിറങ്ങിത്തിരിക്കുന്നു? ഗംഗി ഇറങ്ങിത്തിരിക്കുന്നു. ഇനി നക്കലുടാതി. ഇസേ സമയം ഗംഗെ കുയേസെ പാനി ലേനെ പകുഞ്ചി, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി അവരവിടെ എത്തി. അടുത്ത കുപ്പിക്ക് ദൂന്തലെ രോഷനി. കുപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിമ്മിനി വിളക്ക്.
റാന്തൽ വിളക്ക്, കുപ്പി റാന്തൽ വിളക്ക്. ആ കുപ്പിയുടെ വിളക്ക്, ആ കുപ്പിക്ക് ധൂന്തലി രോഷനി. എന്താണ് ധൂന്തലി രോഷനി? അരണ്ട പ്രകാശം, അരണ്ട പ്രകാശം. ധൂന്തലി രോഷനി. കുയേപ്പറാരഗീതി. കിണറ്റിനടുത്തേക്ക് വരികയായിരുന്നു. കുയേപ്പർ കിണറ്റിലേക്ക് വരികയായിരുന്നു. കുയേപ്പർ ആ രഹീതി. ഗംഗി, നമ്മളെ ഗംഗി ജഗത്തേക്ക് ആടുമൈ ബൈട്ടി. ജഗത്ത് എന്താണ്? ജഗത്ത് തിട്ട, കിണറ്റിൻ്റെ പാതകം എന്നൊക്കെ പറയും. കിണറ്റിൻ്റെ തിട്ടയിൽ, കിണറ്റിൻ്റെ ഒരു സൈഡിൽ ആടുമൈ ബൈട്ടി. മൗക്കേക്ക സന്ദർഭം നോക്കി ഇരിക്കുകയാണ്. വെള്ളം കോരണം. തൻ്റെ പ്രിയതമന്, തൻ്റെ ഭർത്താവിന്, രോഗിയായി കിടക്കുന്ന പ്രിയതമന് ശുദ്ധജലം കൊടുക്കണം. അതിനുള്ള इंतजार करने लगे. इस कुएं का पानी, ये കിണറ്റിലെ ജലം സാരാ ഗാവ്, ഗ്രാമം മുഴുവനും പീത്താ ഹെ, കുടിക്കുന്നു. കിസി കെ ലിയെ, ആർക്കും രോക്കാനകി. സിർഫ്, എന്നാൽ ഈ നീചജാതിയിലുള്ള താഴ്ന്ന ജാതിക്കാരായ ഈ പാവപ്പെട്ടവർക്ക് ബദ്നസീബ് നഹീം പർ സക്ത, നിർഭാഗ്യമെന്ന് തന്നെ പറയട്ടെ, ഇവർക്ക് ജലം കോരുവാൻ, വെള്ളം കോരുവാൻ യാതൊരു സാഹചര്യവുമില്ല. അടുത്ത് गंगे का विद्रोही दिल, रिवासी पाबंदी और मजबूरियों पर चोटें करने लगा. ഗംഗയുടെ വിദ്രോഹി ദിൽ, വിപ്ലവാത്മകമായ മനസ്സ്, വിദ്രോഹി ദിൽ, റിവാസി പാബന്തിയ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അധർമ്മങ്ങൾ, മസ്ബൂരിയ, ദൗർബല്യങ്ങൾ, അതിൽ ചോട്ട് കർണേലക. ഹം, അവൾ ചിന്തിക്കുന്നു, ക്യോ നീചിക, നമ്മൾ എന്തുകൊണ്ട് താഴ്ന്ന ജാതിക്കാരായിപ്പോയി. അവർ ഏ ലോക്, ഇവര് ക്യോ, എന്തുകൊണ്ട് ഊഞ്ചേകെ, ഇസ്ലിയക്ക് ഏ ലോക് ഗലേമി, അതുകൊണ്ടായിരിക്കാം ഈ ഉയർന്ന ജാതിക്കാര് അവരുടെ കഴുത്തിൽ, അവരുടെ കണ്ടത്തിൽ, അവരുടെ കഴുത്തിൽ എന്ത് കെട്ടുന്നത്? ഗലേമി, കഴുത്തിൽ താഗ്, താഗ് ഡാൽ നേരത്തേക്ക് ഏലസ് എഴുതി കെട്ടുന്നു. ഒരു മുദ്ര ധരിച്ചാൽ, ഏലസ് കെട്ടിയാൽ, ചരട് പൂജിച്ച് കെട്ടിയാൽ ഉയർന്ന ജാതിക്കാരാകുമോ? യകാന്തോ ജിത്തനേകെ, എത്രമാത്രം ആൾക്കാരിവിടെ ഉണ്ട്. ഏക്ക് സേക്ക് ചണ്ടേകെ, ഓരോരുത്തരും അതിൻ്റേതായ ആചാര മര്യാദകളനുസരിച്ച് ജീവിക്കുന്നവര്. ചോരിയായ ഏക്കരെ, മോഷണം ഇവർ തന്നെ നടത്തുന്നു. ചോരിയാം, മോഷണം ഇവർ തന്നെ നടത്തുന്നു. ജാൽ ഫരേബ്, ചതിയും വഞ്ചനയും, ജാൽ ഫരേബ്, ചതിയും വഞ്ചനയും ഇവർ തന്നെ നടത്തുന്നു. ഏക്കരെ ചൂട്ട് മുഖതമേ, കള്ളവും കാപട്യങ്ങളും ഇവർ തന്നെ ചെയ്യുന്നു. അബി, ഇപ്പോഴും ഇസ് ഠാക്കൂറിനെ, ഈ ഠാക്കൂർ, ഇസ് ഠാക്കൂറിനെ തോ ഉസദൻ ബേച്ചാരെ ഗഡരിയയ്ക്ക്, പാവപ്പെട്ട ആ ഗഡരിയയുടെ, ഗഡരിയ ആട്ടിടയൻ, ഗഡരിയ ആട്ടിടയൻ, ബേച്ചാരെ ഗഡരിയയ്ക്ക് ഫേഡ് ചുരാലിജി, അവൻ്റെ ആടിനെ മോഷ്ടിച്ചു. അവർ ബാദമയും പിന്നീട് മാർക്കർ കൊന്ന് ഖാഗയ, തിന്നു. ഇനിയും പണ്ഡിതോങ്കെ കർമ്മേന്തോ, ഇങ്ങനെ ചരട് കെട്ടി വലിയ പണ്ഡിതന്മാരാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഇവരുടെ വീട്ടുകളിലൊക്കെ 12 മാസ്, 12 മാസവും ജുവാ ഹോത്താകെ, ചൂതുകളി നടക്കുന്നു. ജുവാ ഹോത്താകെ യഹി, ഈ സാഹുജിത്തോ, ഈ ബിസിനസ്സുകാരൻ, ഈ വൈശ്യൻ സാഹുജിത്തോ ഖീമയിൽ, നെയ്യിൽ തേൻ മിലാക്കർ, എണ്ണ ചേർത്ത് ബേച്ചത്തേക്ക് വിൽക്കുന്നു. കാം കരാലേത്തേക്ക്,
ജോലി ചെയ്യിപ്പിക്കുന്നു. മസൂരി ദേത്തെ, മസൂരി ദേത്തെ. കൂലി ചോദിക്കുമ്പോൾ നാനിമാർത്തി ശകാരിക്കുന്നു. നാനിമാറിന തെറി വിളിക്കുക, ശകാരിക്കുക. പൈസ ചോദിക്കുമ്പോൾ വഴക്ക് പറയും. കിസ് കിസ് ബാത്തുമേ. അതുകൊണ്ട് ഗംഗി ആലോചിക്കുന്നു, ഏതൊക്കെ കാര്യത്തിലാണ് കിസ് കിസ് ബാത്തുമേ ഹംസേ ഉഞ്ചേകെ, ഇവർ നമ്മേക്കാൾ ഉയർന്നവർ. ഹംസേ ഊഞ്ചേകെ ഹം ഗലി ഗലി. നമ്മൾ തെരുവ് തോറും ഓരോ ഗലിയിലും ഓരോ തെരുവിലും ചില്ലാത്തേനെങ്കിൽ നമ്മൾ വിളിച്ചു പറയാറില്ല, ഞങ്ങൾ ഉയർന്നവരാണ്, ഞങ്ങൾ ഉയർന്നവരാണ്. കപി ഗാവുമയാ ജാതി ഉണ്ടോ? ചിലർ ഗ്രാമത്തിൽ വരുന്നു. രസപരി ആങ്കോസെ, രസം നിറഞ്ഞ കണ്ണുകളാൽ, കണ്ണുനീരാൽ ദേക്കിനെ രഹത്തേക്ക് ജൈസേ. ഉദാഹരണത്തിന് സബ്കി ചാത്തിപ്പർ, എല്ലാവരുടെയും മാറിടത്തിലൂടെ സാമ്പലോട്ടിനെ രഹത്തേക്ക് പാമ്പിഴയുന്നത്. ചാത്തിപ്പർ സാമ്പലോട്ടിന് ദുഃഖവും ദുരിതവും ഉണ്ടാക്കുക, ദുരിതപൂർണമായ ജീവിതം നയിക്കുക. ലഗത്തേക്ക് ജൈസ സബ്കി ചാന്തിപ്പർ സാമ്പലോട്ടിനെ താകെ. പരന്തു എന്നാൽ ഖമണ്ട് യഹിക്ക് അഹങ്കാരം ഇതാണ്. ഹം ഞങ്ങള് എങ്ങനെ ഉജ്ജേകെ ഉന്നത കുലജാതരാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഉയർന്നവരായി പരിണമിക്കുന്നത്? ഇനി കുയേപ്പർ ഈ സമയത്ത് കിണറ്റിൻ്റെ അടുത്തേക്ക് കിസിക്ക് അനേക്ക് ആരോ വരുന്ന. ആകട്ട് ഹുയി, ആകട്ട് അർത്ഥം കാലച്ച. ആകട്ട് കാലച്ച, കാലച്ച കേട്ടു, ശബ്ദം കേട്ട് ഗംഗയ്ക്ക് ചാത്തി. ഗംഗയുടെ നെഞ്ച് ധക്ക് ധക്ക് കർണയിലേക്ക് പിടയ്ക്കാൻ തുടങ്ങി, ഇടിക്കാൻ തുടങ്ങി. കഹീൻ ദേക്കിലെത്തോ, ആരെങ്കിലും കാണുകയാണെങ്കിൽ ദേക്കിലെത്തോ ഗായബ് ഹോ ജായ്, അപ്രത്യക്ഷമാകും. ഗായബ് ഹോ ജായ്. ഏക്കിലാത്ത് വീത്തോ, ഒരൊറ്റ ചവിട്ട് കിട്ടിയാൽ മതി, ഗംഗേ താഴേക്ക് വീഴും. നീച്ചേന പട് ഉസനെ കടാവ് രസി ഉടാലി. പതുക്കെ കുടവും കയറും എടുത്ത് കടാവ് രസി ഉടാലി. അവർ ചുക്ക് കുനിഞ്ഞ് കുമ്പിട്ട് ചൽത്തി ഹുയി, പതുക്കെ നടന്ന് ഏക വൃക്ഷയ്ക്ക് ഒരു വൃക്ഷത്തിൻ്റെ അന്തേരെ സായമേയും ഇരുട്ട് പിടിച്ച തണലിൽ അന്തേരെ സായമേയും ജാ കടി ഹുയി ചെന്ന് നിന്നു. ജാ കടി ഹുയി. കപിൽ ലോകോങ്കോ എപ്പോഴാണ് ഇവർക്ക് കപിൽ ലോകോങ്കോ ദയാത്തീക കിസ് പാർ ആരില് ബേച്ചാരെ മഹങ്കോക്കോ ഇത്തന മാരാക്കി മഹീനോ ലഘുദുഃഖത്താരക. ആ ഠാക്കൂറിൻ്റെ വീട്ടിലെ വേലക്കാരനായ മഹങ്കുവിനെ എടുത്തിട്ട് അടിച്ചു. ആ സാഹുക്കാർ എടുത്തിട്ട് അടിച്ചു, ഠാക്കൂർ അടിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാസങ്ങളോളം അവൻ രക്തം തുപ്പി. ലഘു അർത്ഥ രക്തം, ലഘു ദുഃഖത്താരക. ആര് ചോദിക്കാൻ, ആര് പറയാൻ? ഇസിലിയത്തൊക്കെ ഉസിനെ ബേഗാർ നദീതി. എന്തുകൊണ്ടാണ് അവൻ മറുപടി ചോദിക്കാത്തത്? അവൻ എന്തെങ്കിലും മറുപടി ചോദിച്ചാൽ അവൻ ബേഗാറായി പോവും. അവന് പിന്നെ എന്ത് കാണില്ല? ജോലി കിട്ടില്ല, അവനെ പിരിച്ചു വിട്ടുകളയും. അതുകൊണ്ട് യജമാനൻ്റെ ചവിട്ടും തൊഴിയും അനുഭവിച്ച് തന്നെയാണ് അവരവിടെ കഴിഞ്ഞത്. ഇനി യെസ് പറയേ ലോക ഊഞ്ചേവൻ്റെയൊക്കെ എല്ലാവരും പറയുന്നു, ഞങ്ങൾ ഉയർന്നവരാണ്, ഉയർന്നവരാണ്. പാവപ്പെട്ടവരെ ആ ഉപദ്രവിക്കുന്നത് അതത്ര നല്ല കാര്യമല്ല. ഇനി കുയേപ്പർ സ്ത്രീയാം പാനീഭറിനെ ആയിരി. ഈ സമയത്താണ് ഠാക്കൂറിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ വെള്ളം കോരാൻ വേണ്ടി വന്നത്. ഇന്മയിൽ വന്ന ഈ പെണ്ണുങ്ങൾ, ഈ സ്ത്രീകൾ ബാത്തേ ഹോരഗീതി അവർ സംസാരിക്കുന്ന കാനെ ചലേ അവർ ഹുക്കും ഹുവാക്കെ താസാഭാനെ വർലാവോ. ആഹാരം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോൾ അവിടുത്തെ പുരുഷന്മാർ പറയുന്ന എന്ത്? കാന
खाने चले അവർ हुक्म हुआ कि അപ്പോഴുണ്ട് ആജ്ഞ കിട്ടി താസാ പാനി ഭർലാവോ ശുദ്ധജലം കൊണ്ടുവരുവാൻ. താസാ പാനി അർത്ഥം ഫ്രഷ് വാട്ടർ, ശുദ്ധജലം കൊണ്ടുവരാൻ. കടയിൽ കയറിയ പൈസ ഇറങ്ങിയ വെള്ളത്തിന് പൈസ ഇല്ല, കടയിൽ കയറിയ വെള്ളം കൊണ്ടുവന്നാൽ അതിന് പിന്നെ കൂലിയില്ല. ഹം ലോകോങ്കോ ആരാം സേ ബൈഠേക്ക് നമ്മൾ സ്ത്രീ തൊഴിലാളികൾ വിശ്രമത്തോടെ അല്പം ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ബൈഠേക്ക് ജൈസേ ഉദാഹരണത്തിന് മർദ്ദോങ്കോ പുരുഷന്മാർക്ക് മർദ്ദ് പുരുഷൻ, അതിൻ്റെ എതിർലിംഗം ഔരത്ത് നോക്കി വെച്ചോളണം. മർദ്ദോങ്കോ ജലൽ ഹോത്തികെ അവർക്ക് എന്ത് തോന്നും? അസൂയ തോന്നും. ജലൽ ഹോത്തികെ ഇത് തന്നെ ഇത് തന്നെ യഗത്തവനെ ഹുവാക്കി കലസിയ ഉടാക്കർ കലശവും കൊണ്ട് കലസിയ ഉടാക്കർ ഫർലാത്തെ ബസ് ഹുക്കും ജലാദിയാക്കി. അപ്പോഴുണ്ട് ആജ്ഞ വരുന്നു താസാ പാനിയിലാവോ ശുദ്ധജലം കൊണ്ടുവരൂ. താസാ പാനിയിലാവോ ജൈസേ ഹം ഞങ്ങൾ ലൗണ്ടിയെ ഗീത്തോകെ ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്? ആ വെറും വേലക്കാര്, നികൃഷ്ടരായ വേലക്കാരികളാണ് ഞങ്ങൾ. വെറും ആ മടിയന്മാരായ ആ വേലക്കാരികളാണ്. ലൗണ്ടിയെ നഗീന്തോ അവർ ക്യാഹോത്തും നിങ്ങൾ വേലക്കാരികളല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആര്? റോട്ടേക്കപ്പട നഗീം പാത്തേ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? റോട്ടേക്കപ്പട. എന്താണ് റോട്ടേക്കപ്പട? നിങ്ങൾക്ക് ആഹാരം, ഭക്ഷണപദാർത്ഥം, വസ്ത്രം ഇതൊന്നും തരില്ല. 10-5 രൂപയേബി 5-10 രൂപ ചീൻ ചവടുക്ക് പിടിച്ചു പറിക്കും പോലെ ഞങ്ങൾക്ക് കിട്ടുന്നത്. അവർ ലൗണ്ടിയ കൈസി കോത്തി അങ്ങനെയുള്ള നിങ്ങൾ വേലക്കാരല്ലാതെ പിന്നെ നിങ്ങൾ വേറെ ആരാണ്? അടുത്ത മത്തില ജാവോ ദീദി ചിൻഫർ ആരാം കർണേക്ക് ജേ തരസിലകാകെ മത്തില ജാവോ ദീദി അല്പം പോലും നാണിക്കണ്ട ചേച്ചി. ചിൻഫർ ഒരു നിമിഷം പോലും ആരാം കർണേക്കോ വിശ്രമിക്കാൻ, ആരാം കർണ വിശ്രമിക്കാൻ മനസ്സ് കൊതിക്കുന്നു. ജേ തരസ് കറിയില്ലാത്താകെ ഇത്തന കാം ഇത്രയധികം ജോലി കിസി ദൂസരേക്ക് കർക്കർ ദേത്തിയത്തോ മറ്റാരുടെയെങ്കിലും വീട്ടിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇസേക്കാക്കിയും ഇതിനേക്കാൾ ഏറെ ആരാംസേ രഗത്തി വിശ്രമത്തോടെ നമുക്ക് കഴിയാം. ഊപ്പർ സേവക യഹസാൻ മാന്ത ഇനിയും യഹാൻ കാം കർത്തേ ഇവിടെ നമ്മൾ പണിയെടുത്ത് ജോലി ചെയ്ത് പണിയെടുത്ത് കാം കർത്തേ മർജാവോ. पर എന്നാൽ കിസി കാ മൂവ് ബി സീതാ നഹീ ഹോത്ത എത്ര പണിയെടുത്തിട്ടും അവരുടെ ആരുടെയും മുഖം നേരെയാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? അവർക്ക് തൃപ്തി വരുന്നില്ല. ആർക്കും തന്നെ ഒരു തൃപ്തി, ഒരു സന്തോഷം വരുന്നില്ല. അടുത്ത ദോനം പാനി ഭർക്കർ ചലിയുകയും ആ 2 സ്ത്രീകളും വീട്ടിനാവശ്യമുള്ള ജലവും നിറച്ചുകൊണ്ട് അവർ പോയി. തോ ഗംഗി ഈ സമയത്ത് നമ്മളെ ഗംഗി വൃക്ഷയ്ക്ക് ഛായാസെ വൃക്ഷത്തിൻ്റെ തണലിൽ നിന്ന് നികലി പതുക്കെ പുറത്തേക്ക് വന്നു. അവർ കുയേങ്കി ജഗത്തൊക്കെ പാസ്സായി കിണറ്റിൻ്റെ തിട്ടയിലേക്ക് വന്നു. ജഗത്തിപ്പറായി തിട്ടയിലേക്ക് വന്നു. ബേഫിക്രേ യാതൊരു സങ്കോചവും കൂടാതെ, യാതൊരു നാണവും കൂടാതെ ചലേഗയേതെ ഠാക്കുർ പി യജമാനൻ, ഠാക്കുർ അവിടുത്തെ യജമാനൻ ദർവാസ ബന്ധക്കർ ഗേറ്റ് അടച്ച് വാതിലടച്ച് അന്തരകത്ത് ആങ്കന്റെയും മുറ്റത്ത് സോനേജാരകേതെ ഉറങ്ങാൻ കിടന്നു. ഗംഗി സുഖിക്ക് ക്ഷണികമായ സുഖത്തിൻ്റെ സാംസിലി ശ്വാസമുതിർത്തു. ശ്വാസം സാംസിലീതി ശ്വാസം ഉതിർത്തു. സാംസിലീതി. ഇനി
സാംസിലി കിസി തരക്ക് ഏതോ തരത്തിൽ കിസി തരക്ക് ഏതോ തരത്തിൽ മൈതാന്തോ മൈതാനം സാഫ് ഹുവ ശുദ്ധമായി സാഫ് സാഫ് ഹുവ അമൃത ചുരാലാനേക്ക് അമൃതം മോഷ്ടിച്ചെടുക്കുവാൻ ദേവാസുര യുദ്ധ സമയത്ത് അമൃതം മോഷ്ടിച്ചെടുക്കുവാൻ അമൃത ചുരാലാനേക്ക് മോഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ജോ രാജകുമാർ ഏതൊരു രാജകുമാരനാണോ ജോ രാജകുമാർ കിസി ഏതോ ഒരു ജമാനേമി കാലഘട്ടത്തിൽ സമയത്ത് ആകയാഥ വന്നതുപോലെ കിസി സെമാനേമയും ആകയാഥ വകബി ശായത് ഒരു പക്ഷേ ഇത്തനി ഇത്രമാത്രം ഇത്തനി സാവധാനി കെ സാത്ത് വളരെ വിജിലൻ്റായി സാവധാനി കെ സാത്ത് സാവധാനി ശ്രദ്ധയോടുകൂടി സാവധാനി കെ സാത്ത് അവർ സമച്ച ബുച്ചിക്കർ പറഞ്ഞു മനസ്സിലാക്കി നഗയെ ഗംഗേ ദബേപ്പാവ് അമർത്തിയ ചുവട് വയ്പ്പാൽ സ്റ്റെപ്പാൽ എന്തേതോ ദബേപ്പാവ് കുയേക്ക് ജഗത്തപ്പുർ ചടി കിണറ്റിൻ്റെ വക്കത്ത് കയറി എന്നിട്ട് എന്ത് ചെയ്തു വിജയിക്കായുസ അനുഭവം താൻ എന്തോ നല്ല കാര്യം ചെയ്ത് വിജയിക്കുന്നത് പോലെ എന്തേതോ ഐസ അനുഭവ ഉസേ പകലേന ഹുവാദ ഉസിനെ അവൻ രസീക്ക ഇവിടെ അവനല്ല അവള് രസീക്ക പന്ത കയറ് രസീക്ക പന്ത കടയമേണ്ട ആല കുടത്തിൻ്റെ അറ്റത്ത് കെട്ടി പന്ത കെട്ട് കടയമേണ്ട ആല ദായേം ബായേം ഇടവും വലവും ദായേം ബായേം ഇടവും വലവും ചൗക്കനി ദൃഷ്ടിസേ അതിസൂക്ഷ്മമായ രീതിയിൽ ദേക്കാം ജൈസേ കോയി സിപ്പാഹി ഏതൊരു പടയാളി രാത്രിയിൽ ശത്രുക്കെ കിലേമയും ശത്രുവിൻ്റെ കോട്ടയിൽ കിലേമയും സുരാക്ക് കർരഹാഹോ തുരങ്കമിടുന്നത് പോലെ വളരെ വിജിലൻ്റായിട്ട് വളരെ സാവധാനിയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി എന്തേത് അവിടെ അവൾ പ്രവേശിച്ചു അഗറിസ് സമയ ഒരുപക്ഷെ ഈ സമയത്ത് അഗറുസ് സമയ അവള് പകടിലി ഗെയ്ത്തോ പിടിക്കപ്പെടുകയാണെങ്കിൽ ഫിർസ്കേലിയെ അവളെ സംബന്ധിച്ച് മാപ്പ് അല്ലെങ്കിൽ റിയായത്തിക്ക് ആ മോചനത്തിൻ്റെ റിയായത്തിക്ക് രത്തീഫർ അല്പം പോലും ഉമ്മീദിനകയും അന്തമേ അവസാനം ദേവതാവുങ്കു യാതുകർക്ക് ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉസിനെ കലേജ ഹൃദയം മസ്ബൂത്തിക്കിയ ബലവത്താക്കി അവർ കട കുയേമേണ്ടാലിയ പതുക്കെ കട ആ കുടം കിണറ്റിലേക്കിട്ടു കടേനെ പാനീമേ ഗോത്തിലകായ കിണറ്റിലേക്കിട്ടുടൻ തന്നെ കുടം വെള്ളത്തിൽ ഗോത്തിലകാന മുങ്ങിത്താഴുക മുക്കിളിയിടുക എന്നൊക്കെ പറയും. മുങ്ങിത്താണു ഗോത്തിലകായ ബഹുത്തേക്ക് അഹിസ്ത വളരെ പതുക്കെ അഹിസ്ത സെരാബി ആവാസിനെ കുയി അല്പം പോലും ശബ്ദം ഉണ്ടാക്കാതെ സാവധാനം വളരെ ശ്രദ്ധയോടുകൂടി ആവാസിനെ കുയി ഗംഗീനെ ദോച്ചാർ 2-4 കയ്യ് ജൽദിമാരെ പെട്ടെന്ന് അങ്ങോട്ട് വലിക്കാൻ തുടങ്ങി. കുടം കുയേക്കെ മൂഹത്തക്കാപ്പ പൂഞ്ച കിണറ്റിൻ്റെ വക്കോളമെത്തി, കിണറ്റിനടുത്തേക്കെത്തി. കൊയ് ബഡാ ഷാജോർ പഹൽവാൻ ബി ഇത്തനി തേസി സേന ഗീഞ്ച സക്കാത, എത്രയും വലിയ ഒരു പഹൽവാൻ കൂടി
ആരോഗ്യവാൻ കൂടി ഇത്രയും പെട്ടെന്ന് കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റില്ല. അത്രയധികം ശക്തിയോടുകൂടി തൻ്റെ പ്രിയതമൻ്റെ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി, ശുദ്ധജലം കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി അവള് കഠിനാധ്വാനത്തോടുകൂടി വെള്ളം അങ്ങോട്ട് കോരിയെടുത്തു. खींच सकता था गंगी ചുക്കി കടേക്കോ പകടുക്കർ പതുക്കെ കുനിഞ്ഞ് കുടത്തെ പിടിച്ച് കടേക്കോ പകടുക്കർ ജഗത്ത് പരകേക്ക് ജഗത്തിൽ വച്ചില്ല, പാതകത്തിൽ വച്ചില്ല. അപ്പോഴുണ്ട് ഏകായക്ക് സഡൻലി പെട്ടെന്ന് ഠാക്കൂർ സാഹബിൻ്റെ ദർവാസ വാതില് കുൽഗയ തുറക്കപ്പെട്ടു. ഷേർക്കാ മൂഹ് സിംഹത്തിൻ്റെ വായ്, ഷേർക്കാ മൂഹ് യശസ് അധിക ഇതിനേക്കാൾ ഏറെ ഭയാനക പേടിപ്പിക്കുന്നത് നഹോഗ. ഈ സമയത്ത് ദൗർഭാഗ്യമെന്ന് തന്നെ പറയട്ടെ, വളരെ ശ്രദ്ധയോടുകൂടി ഗംഗി ശുദ്ധജലം കോരിയെടുത്തുകൊണ്ടിരുന്ന മാത്രയിൽ തന്നെ ഗംഗിക്ക ഹാത്തസെ അപ്പോഴെന്ത് ചെയ്തു? ആ ഭയാനകമായ മുഖത്തോടുകൂടി സിംഹം വാ പിളർക്കുന്നത് പോലെ ആ ഠാക്കൂർ ദാ വരുന്നു. ഗംഗയ്ക്ക് ഹാത്തസെ ഗംഗയുടെ കയ്യിൽ നിന്ന് രസി ചൂട്ടുകൈ കയറ് വിട്ടു. രസിക്ക് സാ കയറോടൊപ്പം ഖട കുടം ദടാമസെ ഒരു വലിയ ശബ്ദത്തോടുകൂടി പാനീമേങ്കിര വെള്ളത്തിൽ വീണു. അവർ കയ്യെ ക്ഷണത്തക്ക് പല നിമിഷങ്ങളോളം കൈ ക്ഷണത്തക്ക് പാനീമയും വെള്ളത്തിൽ ജലത്തിൽ ഹിൽക്കോര വെള്ളത്തിൻ്റെ ശബ്ദം കുടം ചെന്ന് വെള്ളത്തിൽ വീഴുന്നപ്പോഴുള്ള ആ അലയടി ഒച്ച ആവാസേ ശബ്ദം സുനായിരെ തീരുകയും ഉടൻ ഠാക്കൂർ കോനിഹെ ആരവിടെ പുക്കാർത്തേ ഹുയെ വിളിച്ചുകൊണ്ട് കുയേക്ക് തരം കിണറ്റിനടുത്തേക്ക് ആരഹേത് അവർ ഗംഗി നമ്മളെ ഗംഗി എന്ത് ചെയ്തു? ജഗത്ത് സേ കൂതുക്കർ കിണറ്റിൽ നിന്ന് എടുത്തൊരൊറ്റ ചാട്ടം കൂതുക്കർ ഭാഗ്യജാരഗീതി ഓടുകയാണ്. കർ പകൂച്ചിക്കർ വീട്ടിലെത്തിയപ്പോൾ ദേക്കാക്കി കണ്ട ദൃശ്യം ദയനീയമാണ്. എന്താണ്? ദാഹം ശമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, തൊണ്ട വരണ്ടു പൊട്ടിയ അവസ്ഥയിൽ മൂഹ് ജോക്കു ലോട്ട ടംബ്ലർ കിണ്ണം ലോട്ട ആ മൊന്ത മൂഹ് സേലകായെ വായോട് ചേർത്ത് എന്ത് ചെയ്തു? വഹ് മൈലാഗന്ധാപ്പാനി ആ മലിനജലം എന്ത് ചെയ്യുന്നു? ഗന്ധാപ്പാനി പീരഹാകെ കുടിക്കുന്നു. ഇതാണ് ഠാക്കൂർ കാ കുവ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കം. അതിൽ പ്രധാനപ്പെട്ട ആ ചോദ്യങ്ങളും ആ കഥയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും ഞാൻ പറയും, ശ്രദ്ധിച്ച് കേട്ടോളാം. നോക്കിക്കോളൂ. ചോദ്യം നമ്പർ 1, ഠാക്കൂർ കാ കുവ കിസ് ശൈലിക്ക് രചനാകെ. ആർക്ക് പറയാം? ഞാൻ ഓപ്ഷൻ പറയും, നിങ്ങൾ ആൻസർ പറയാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചോളാം. കഹാനി, ഉപന്യാസ്, നിബന്ധ. ഏതെഴുതും നിങ്ങൾ? നേരത്തെ കഹാനി കറക്റ്റ്. കഹാനി എല്ലാവരും തയ്യാറായിക്കൊള്ളാം. അപ്പം ഠാക്കൂർ കാ കുവ ഏതാണ്? കഹാനിയാണ്. ഒരു മാർക്ക് സ്കോർ ചെയ്തോളണം. അപ്പം ഠാക്കൂർ കാ കുവ കിസ് ശൈലിക്ക് രചനാകെ ഠാക്കൂർ കാ കുവ കഹാനിയാണ്, കഥയാണ്. ഓപ്ഷൻ മനസ്സിലായല്ലോ? അപ്പം ചോദ്യം ഏത്? ഠാക്കൂർ കാ കുവ കിസ് ശൈലിക്ക് രചനാകെ. നിങ്ങൾ എന്തെഴുതും? കഹാനി. പോയിന്റ് കുറിച്ചോളണം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പാഠ് ലേഖക് പ്രോക്തി. ഇവിടെ പ്രോക്തി കഹാനി. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്കറിയാമോന്ന് ഞാൻ നോക്കുകയാണ്. ഠാക്കൂർ കാ കുവ കഹാനിക്ക് ലേഖക് കോൻ ഹെ? ഠാക്കൂർ കാ കുവ കഹാനിയിലെ ലേഖകൻ ആരാണ്?
പ്രേംചന്ദ്, ജയശങ്കർ പ്രസാദ്, സുഭദ്രാകുമാരി ചൗഹാൻ. കറക്റ്റ്. പ്രേംചന്ദ്. എല്ലാവരും തയ്യാറായിക്കൊള്ളാം. പ്രേംചന്ദ്. അപ്പൊ 2 മാർക്കായി. പ്രേംചന്ദ്. പ്രേംചന്ദ്. സംശയമില്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഹാനി, രണ്ടാമത്തെ ചോദ്യം പ്രേംചന്ദ്. ഒന്നാമത്തെ ചോദ്യം അറിയാം. ഠാക്കൂർ കാ കുആ കിസ് ശൈലി की രചന है? ഏത് ശൈലി? കഹാനി. രണ്ടാമത്തെ ചോദ്യം ഠാക്കൂർ കാ കുആ കഹാനി के लेखक कौन है? ഏതാണ്? പ്രേംചന്ദ്. അടുത്ത ജോക്കു പാനി പീനകി സഹാക്യോ. എന്തുകൊണ്ടാണ് ജോക്കുവിന് വെള്ളം കുടിക്കാൻ പറ്റാത്തത്? ജോക്കു പാനി പീനകി സഹാക്യോ. എന്തുകൊണ്ട്? വെള്ളത്തിന് തണുപ്പ് കൂടിയോണ്ട, അല്ലേ വെള്ളത്തിന് മധുരം കൂടിയോണ്ട, അല്ലേ വെള്ളത്തില് ബദ്ബു വന്നതുകൊണ്ടാ? എന്താണ് പറയും? അറിഞ്ഞൂടെ? ബാസ് കെ കാരൻ, ബദ്ബു കെ കാരൻ. എന്ത്? ബദ്ബു, ദുർഗന്ധം. ദുർഗന്ധം മലയാളത്തിൽ പറഞ്ഞാലും മതി. ദുർഗന്ധം കുറിക്കുന്നത് മലയാളത്തിലായിരുന്നാൽ മതി. ബാസ്, ദുർഗന്ധം കാരണത്താൽ. അപ്പൊ എന്തുകൊണ്ടാണ്? ബദ്ബു കാരണത്താൽ, അല്ലെങ്കിൽ ബാസ് കാരണത്താൽ, ദുർഗന്ധം കാരണത്താലാണ് ജോക്കുവിന് വെള്ളം കുടിക്കാൻ പറ്റാത്തത്. അപ്പൊ ജോക്കു പാനി പീനേക്ക് സഹായിക്കോ? പാനിമേം സഖ്ത് ബദ്ബു ഹുയി. പാനിയിൽ എന്തുണ്ടായിരുന്നു? അതിശക്തമായ ബദ്ബു ഉണ്ടായിരുന്നു, ദുർഗന്ധം ഉണ്ടായിരുന്നു. ദുർഗന്ധം കാരണത്താലാണ് ജോക്കുവിന് വെള്ളം കുടിക്കാൻ പറ്റാത്തത്. അടുത്ത ചോദ്യം നോക്കിക്കോളേൻ. ഗംഗി को ठाकुर के कुएं से पानी लेने की अनुमति नहीं दी. क्यों? ഗംഗയ്ക്ക് ഠാക്കൂറിന്റെ കുവയിൽ നിന്ന് വെള്ളം കോരാനുള്ള അനുമതിയില്ല. എന്തുകൊണ്ടാണ് അനുമതി ഇല്ലാത്തത്? ജോക്കൂർ ഗംഗി നീചജാതിക്കേരെ. ജോക്കൂർ ഗംഗി പറയും നീചജാതിക്കേരെ, താഴ്ന്ന ജാതിക്കാരാണ്. നിമ്നവർഗക്കേരെ. എന്തോന്ന്? ജോക്കൂർ ഗംഗി നീചജാതി, നിമ്നവർഗക്കേരെ അച്യുതേതേ. ഒറ്റ വാക്കില് അച്യുതകളാണ്. അതിലുപരി താഴ്ന്ന ജാതിക്കാര് മതി. താഴ്ന്ന ജാതിക്കാര് അങ്ങനെ പറയണം നിങ്ങൾ. താഴ്ന്ന ജാതിക്കാരാണ്. ഈ താഴ്ന്ന ജാതിയുടെ ഹിന്ദി ഞാൻ പറഞ്ഞു തരുന്നു. 1 അച്യുത, 2 നിമ്നജാതി. 1 അച്യുത, മറ്റൊന്നേത്? നിമ്നജാതി. അത്രയും കുറിച്ച് വെച്ചോളാം. അടുത്ത ഗംഗി ജോക്കു കെ ലിയെ താസാ പാനി ലാനെ കി സഖി. ക്യോ? ക്യോ? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ഗംഗി ജോക്കു കെ ലിയെ താസാ പാനി ലാനെ കി സഖി? ക്യോ? എന്തുകൊണ്ടാണ് ഗംഗി ഠാക്കൂർ കെ കുएं से पानी ले रही थी? कड़ा कुएं के मुख तक आ पहुंचे. इसे समय, ഈ സമയത്ത് ശക്തമായ ബദ്ബു के कारण उसको पानी नहीं पी सका. അടുത്ത निम्नलिखित वाक्यों को क्रमबद्ध करके लिखे. कंडा कल शाम को भी पानी लाई. कल शाम को भी पानी लाई. താഴെ പറയുന്ന സെന്റൻസുകളെ ക്രമബദ്ധായിട്ട് എഴുതണം. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ ആദ്യം ചോദ്യം വായിക്കും. നിമ്നലിഖിത വാക്യോം കോ ക്രമബദ്ധ കർക്കെ, ചിട്ടയോടുകൂടി എഴുതണം. ക്രമബദ്ധ കർക്കെ ലിഖിയേ. എങ്ങനെ എഴുതും? 1 കൽ शाम को भी पानी लाई, लेकिन आज पानी में बदबू कैसे? गंगी प्रतिदिन शाम को पानी लाती थी, तब उसमें बू नहीं थी. ഉത്തരം തുടങ്ങുന്നത് ആദ്യത്തെ സെന്റൻസ് ഗംഗെ പ്രതിദിൻ शाम को पानी लाती थी. അതാണ് ആദ്യം വരേണ്ടത്. ഗംഗെ പ്രതിദിൻ शाम को पानी लाती थी കുറിച്ചോളണം. ഗംഗ പരീക്ഷയ്ക്ക് കഥയിലെ സംഭവങ്ങൾ അല്ലെങ്കിൽ കഥയിലെ വാക്യങ്ങൾ ക്രമമായിട്ട് എഴുതാൻ നമ്മൾ പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഒന്നാമത്തത് കൽ ശാം ഗോപി പാനിയിലായി, അതല്ല ആദ്യം വരേണ്ടത്.
ആദ്യം വരേണ്ടത് അതല്ല. പിന്നെ ഏതാണ് വരേണ്ടത്? ഗംഗേ പ്രതിദിൻ ശാംകോ പാനി ലാത്തീതി. തെറ്റായി തരും. അതിന് നിങ്ങൾ ചിട്ടയോടെ എഴുതണം. ഇപ്പൊ മനസ്സിലായ? ചിട്ടയോടെ എഴുതണം. അത് പുസ്തകത്തിൽ നോക്കിയാലേ പറ്റുള്ളൂ. ഗംഗി പ്രതിദിൻ ശാംകോ പാനി ലാത്തീതി. അടുത്ത് കൽ ശാംകോ ഭി പാനി लाई. कल शाम को भी पानी लाई. कल शाम को भी पानी लाई. അടുത്ത तब उसमें बू नहीं दी. तब उसमें बू नहीं दी. तब उसमें बू नहीं दी. അടുത്ത लेकिन आज पानी में बदबू कैसे आई. बदबू कैसे ആയി. ഇത്രയാണ് അതിൽ ചോദിക്കാവുന്നത്. ഇനി നമുക്ക് ചോദിക്കാവുന്നത് പുസ്തകത്തില് ബോക്സിൽ കിടക്കണ ആ ക്വസ്റ്റ്യൻ നോക്കിക്കോളേൻ. ഒന്നാമത്തെ ചോദ്യം ठाकुर के कुएं पर कौन चढ़ने देगा. പേജ് നമ്പർ 85. ഗംഗി ക്യോ ഇസ് പ്രകാർ കഹ. എന്തുകൊണ്ടാണ് ഗംഗി അപ്രകാരം പറയുന്നത്? ഗംഗിക്ക് ठाकुर के कुएं पर कौन चढ़ने देगा. ഗംഗി ക്യോ ഇസ് പ്രകാർ സോച്ച് ലഗി ഗേ. आंसर ഞാൻ ഒന്ന് പറയണം, പുസ്തകത്തിൽ നോക്കിക്കോളാം. अच्युतों को ठाकुर के कुएं से पानी लेने की अनुमति नहीं दी. निम्न जाति के लोगों को ശ്രദ്ധിച്ചോളാം. निम्न जाति के लोगों को कुएं से കിണറ്റിൽ നിന്ന് पानी लेने की ജലമെടുക്കാനുള്ള അനുമതി नहीं दी. गंगे कौन है? गंगे अच्युत है. गंगे अच्युत है. इसलिए वह ऐसा सोचती है. കണ്ട ചോദ്യം കണ്ട. ठाकुर के പേജ് 55 ആദ്യത്തെ ചോദ്യം കണ്ടല്ലോ. ठाकुर के കുവേ पर कौन चढ़ने देगा. അതാണ് ചോദ്യം. ആരാണ് ചിന്തിക്കുന്നത്? ഗംഗി. ആരാണ് ഗംഗി? ठाकुर का कुआं എന്ന് പറയുന്ന കഹാനിയിലെ നായിക. കഹാനിയിലെ നായിക. അവൾ എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? अच्युतों को ठाकुर के कुएं से पानी लेने की अनुमति नहीं दी. अच्युतों को ठाकुर के कुएं से पानी लेने की अनुमति नहीं दी. ഒരിക്കൽ കൂടെ अच्युतों को ठाकुर के कुएं से पानी लेने की अनुमति नहीं दी. गंगे अच्युत है. गंगे പറയും അച്യുത है. ഗംഗെ താഴ്ന്ന ജാതിക്കാരിയാണ്. ഗംഗെ നീച ജാതിക്കാരിയാണ്. ഗംഗെ അധസ്ഥിത വർഗത്തിൽ ജനിച്ചവള്. ഇസ്ലിയേ അതുകൊണ്ടാണ് അവള് അങ്ങനെ ചിന്തിച്ചത്. ഇസ്ലിയേ വക ഐസ ഇപ്രകാരം സോച്ചത്തേക ഇപ്രകാരം അവള് ചിന്തിച്ചു. ഈ രീതിയിൽ അവള് ചിന്തിച്ചു. ഇപ്രകാരം അവള് ചിന്തിച്ചു. ഇതാണ് അവള് ചിന്തിക്കാൻ ഉണ്ടായ കാരണം. ചിന്തിക്കാൻ ഉണ്ടായ കാരണം. ഒന്നുകൂടെ ठाकुर के कुएं पर कौन चढ़ने देगा. गंगे क्यों इस प्रकार सोच लगी गए. अच्युतों को ठाकुर के कुएं से पानी लेने की अनुमति नहीं दी. गंगे अच्युत है. गंगे अच्युत है. इसलिए वह ऐसा सोचती है. കറക്റ്റ് ആൻസറായിട്ട് എഴുതി ഇവിടെ ഞാൻ കൊടുക്കും. വാങ്ങിക്കൊള്ളണം വന്ന്. അടുത്ത मैदानी बहादुरी का तो अब न जमाना रहेगा न मौका. इसका मतलब क्या है? രണ്ടാമത്തെ ചോദ്യം ബോക്സിൽ കിടപ്പുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാം. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മൈതാനി ബഹാദുരി കാ तो अब न जमाना रहेगा. കാലഘട്ടമില്ല. न मौका. इसका क्या मतलब है? എന്താണ് ഇതിന്റെ അർത്ഥം? ठाकुर ശാരീരിക ബലി से अपना काम करवा लेता था. ठाकुर എന്താണ്? ഠാക്കൂർമാര് ശാരീരിക ബലത്താൽ അവരുടെ പണബലത്താൽ
അവരുടെ ശരീരബലത്താൽ അപ്പനാക്കാം അവരവരുടെ ജോലികൾ ചെയ്യിപ്പിക്കുന്നു. ലേക്കിൻ ജമാന ബദൽ ഗയ. എന്നാൽ ഇന്ന് ജമാന കാലഘട്ടം മാറി, ബദൽ ഗയ. അപ്പൊ കാനൂൻ ദ്വാരാകി സബ് കുച്ച് ഹോ രഹേഗ. ഇന്ന് നിയമത്തിലൂടെയാണ് എല്ലാം നടക്കുന്നത്. യകീസ് കഥൻ കാ മത്ലബ് കേൾക്കണ്ട. മൈതാനി ബഹാദുരിക്കത്തോ അബിന് സമാനരക. കയ്യൂക്കിന്റെ കാലം കഴിഞ്ഞു. മലയാളത്തിൽ പറഞ്ഞില്ലേ, പറയും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇപ്പൊ കയ്യൂക്കിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അടിച്ചെന്ന് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ആരും ജോലി ചെയ്യില്ല. അങ്ങനെ ജോലിക്കാരെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ കാനൂനുണ്ട്, നിയമമുണ്ട്. അതാണ് ഇവിടുത്തെ ആശയം. കാനൂനി മൈതാനി ബഹാദുരിക്കത്തോ അബിന് സമാനരക न मौका. इसका क्या मतलब है? ठाकुर शारीरिक बल से अपना काम करवा लेता था. പണ്ട് ഠാക്കൂർ ശാരീരിക ബലത്താൽ, ശരീരത്തിന്റെ ബലത്താൽ എന്ത് ചെയ്തു? ശാരീരിക ബലസെ അപ്പന തന്റെ കാം കർവാ ലേത്താ ദേ. ലേക്കിൻ ജമാന ബദൽ ഗയ. എന്നാൽ ഇന്ന് കാലഘട്ടം മാറി. ജമാന അർത്ഥം കാലഘട്ടം മാറി. അപ്പൊ കാനൂൻ ദ്വാരാകി. ഇന്ന് നിയമമുണ്ട്, ആർക്കും ആരെയും ഉപദ്രവിക്കാൻ പറ്റൂല. ഇന്നുണ്ട്, നിയമമുണ്ട്. ആ കാനൂൻ ദ്വാരാകി സബ് കുച്ച് ഹോ രഹേഗ. യകീസ് കഥൻ കാ മത്ലബ് ഹെ. അടുത്ത ചോദ്യം നോക്കിക്കോളേൻ. ഗംഗി ദബേ പാവ് ബോക്സ് കിടപ്പുണ്ട്. ഗംഗി ദബേ പാവ് കുയേക്ക് ജഗത്ത് പർ ചടി. ഗംഗി വളരെ പാത്തും പതുങ്ങിയും, പമ്മിയും പാത്തും പതുങ്ങിയും ജഗത്ത് പർ ചടി. കിണറ്റില് കയറി, കിണറ്റിന്റെ പാതകത്തില് തിണ്ണയില് കയറി. വിജയ് കൈസ അനുഭവ ഉസേ പകലേന ഹുവാദ. ഗംഗയെ കൈസ അനുഭവിക്കോ ഹുവാ ഹോഗ. എന്തുകൊണ്ടാണ് ഗംഗയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്? അവളെ പതുക്കെ പതിയെ കിണറ്റിന്റെ പാതകത്തിൽ കയറി. അവളുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു വിജയം, ഒരു ദൃഢനിശ്ചയം അവളുടെ മനസ്സിനകത്ത് തോന്നി. എന്താണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം? അച്യുതോങ്കോ ഠാക്കൂർ കെ കുയേസെ പാനി ലേനയ്ക്ക് അനുമതി നഗീന്തി. ഹരിജനങ്ങൾക്ക്, നീരജാതിക്കാർക്ക്, താഴ്ന്ന വർഗക്കാർക്ക്, താഴ്ന്ന തരക്കാർക്ക് അച്യുതോങ്കോ ഠാക്കൂർ കെ കുയേസെ ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്ന്, യജമാനന്റെ കിണറ്റിൽ നിന്ന്, ഉയർന്ന ജാതിക്കാരന്റെ കിണറ്റിൽ നിന്ന് പാനിയിലേനേക്ക് ജലമെടുക്കുവാനുള്ള, വെള്ളമെടുക്കുവാനുള്ള, വെള്ളം കോരുവാനുള്ള അനുമതി നഗീന്തി. അനുമതി ഉണ്ടായിരുന്നില്ല. അനുമതി നഗീന്തി. എന്നിട്ടും ബീമാർ ജോക്കൂക്കോ, ബീമാറായ ജോക്കുവിനെ, രോഗിയായ തന്റെ ഭർത്താവിനെ ബീമാർ ജോക്കൂക്കോ പിലാനെ കേലിയെ കുടിപ്പിക്കുന്നതിന് വേണ്ടി, വെള്ളം കുടിപ്പിക്കുന്നതിന് വേണ്ടി ഗംഗേ ഠാക്കൂർ കെ കുയേസെ, ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്ന് ഠാക്കൂർ കെ കുയേസെ പാനി ലേനെ ഗയി, വെള്ളമെടുക്കാൻ പോയി. തബ് അപ്പോ കുയങ്കെ പാസ്, കിണറ്റിന്റെ അടുത്ത്, കുയേക്കെ പാസ്, കിണറ്റിന്റെ അടുത്ത് കോയിനെ ഗീന്ത, ആരും ഉണ്ടായിരുന്നില്ല. ഠാക്കൂർ ബി, നമ്മളെ ഠാക്കൂർ ദർവാസ ബന്ദ് കർക്കെ, വാതിലടച്ചിട്ട് സോനേഗയെ ഉറങ്ങാൻ പോയി. ഇത് കണ്ടിട്ട് ഗംഗയ്ക്കോ ഐസാനുഭവ ഹുവ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ചോളണം. ഒരു പാഠം കൂടെ തീർത്തിട്ടുണ്ട്. പരീക്ഷ കൃത്യമായിട്ട് നടത്തും. നോട്ട് ആഫീസിൽ